നർത്തകി മേതിൽ ദേവികയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അധ്യാപിക സിൽവി മാക്സിമേന. ബധിര വിഭാഗക്കാർക്കായി മേതിൽ ദേവിക അവതരിപ്പിച്ച ക്രോസ് ഓവർ എന്ന നൃത്തശില്പത്തിന്റെ ആശയം മോഷ്ടിച്ചതാണെന്ന് സിൽവി ആരോപിച്ചു. 7 വർഷം മുൻപ് താൻ ചിട്ടപ്പെടുത്തിയ മുദ്ര നടനത്തിന്റെ ആശയം പകർത്തിയതാണ് ഇത് അവതരിപ്പിച്ചതെന്ന് സിൽവി പറഞ്ഞു. ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് മുദ്രകൾ ഉൾപ്പെടുത്തി ബധിര വിഭാഗക്കാർക്കായി നവീനമായ നൃത്തലോകം തുറക്കുന്നുവെന്ന തലക്കെട്ടിലാണ് ക്രോസ് ഓവർ പ്രചരിക്കുന്നത്. ഇതിന്റെ ടീസർ പുറത്തിറക്കിയത് മോഹൻലാലിന്റെയും ഗോപിനാഥ് മുതുകാടിന്റെയും ഫേസ്ബുക്ക് പേജുകളിൽ കൂടിയാണ്. സമാനതകളില്ലാത്തത് എന്ന വിശേഷണത്തോടെയാണ് ടീസർ പ്രചരിക്കുന്നത്. 2016 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ തന്റെ വിദ്യാർത്ഥികൾക്കായി താൻ ചിട്ടപ്പെടുത്തിയ നൃത്തരൂപമാണ് മുദ്ര നടനം. ഇതിന്റെ ആശയമാണ് മേതിൽ ദേവിക പകർത്തിയതെന്നാണ് സിൽവിയുടെ ആരോപണം. ഒരാളുടെ ഐഡിയ അല്ലെങ്കിൽ എത്രയോ രീതിയിലുള്ള ആ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയയെ ഒരു ആശയത്തെ മോഷ്ടിക്കുക എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അത് വളരെ സങ്കടകരമാണ്. തന്റെ മുദ്ര നടനം 2019 സൂര്യ ഫെസ്റ്റിൽ ഉൾപ്പെടെ നിരവധി വേദികളിൽ അവതരിപ്പിച്ചു. അതിന് തൊട്ടുപിന്നാലെ മേതിൽ ദേവിക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ സൈൻ ലാംഗ്വേജ് പഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പറ്റില്ലെന്നറിഞ്ഞതോടെ അവർ മടങ്ങി. അതിനുശേഷമാണ് ഒരാൾ ബധിരർക്കായി നൃത്തരൂപം കണ്ടുപിടിച്ചെന്ന തരത്തിൽ പ്രചാരണം വരുന്നതെന്ന് സിൽവി പറയുന്നു. കുറച്ച് സൈനുകൾ മാത്രം അതിനകത്ത് ഉപയോഗിച്ചിട്ട് അത് എങ്ങനെ ശ്രവണ പരിമിതർക്കുള്ള നൃത്തം എന്ന് പറഞ്ഞ് ശരിക്കും അവരുടെ ആ ഒരു അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമാണത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ മേതിൽ ദേവിക ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഗൗരവത്തോടും ആത്മാർത്ഥതയോടും കൂടി അഭ്യസിക്കട്ടെ എന്നും സിൽവി പറയുന്നു. മീഡിയ 1 തിരുവനന്തപുരം.